1947 ഇന്ത്യൻ മഹാസമുദ്രത്തിന്റെ നടുവിലൂടെ ഒരു കപ്പൽ വഴിതെറ്റി ഒഴുകി നടക്കുന്നത് ചില നാവികർ കണ്ടെത്തി. സംശയം തോന്നിയിട്ട് കപ്പലിൽ പ്രവേശിച്ച അവർ കണ്ടത് ഞെട്ടിക്കുന്നൊരു കാഴ്ചയായിരുന്നു. കപ്പലിലുണ്ടായിരുന്ന എല്ലാ ജീവനക്കാരും മരിച്ച നിലയെ കിടക്കുന്നു. പക്ഷേ കപ്പലിനാകട്ടെ യാതൊരു കേടുപാടുകളും സംഭവിച്ചിരുന്നില്ല. മരണപ്പെട്ടവരുടെ ശരീരത്തിൽ മുറിവുകളൊന്നുമില്ലായിരുന്നു. അവർക്ക് എന്തായിരിക്കും സംഭവിച്ചത്? എങ്ങനെയാണ് ആ നാവികർ മരിച്ചത്? അമേരിക്ക വളരെ രഹസ്യമായിട്ട് അക്കാലത്ത് പരാജയപ്പെട്ട ഒരു പരീക്ഷണം നടത്തിയിരുന്നു. അതുപോലെ മറ്റൊരു പരീക്ഷണമായിരുന്നു ഇതും. അതുമല്ലെങ്കിൽ ആരും അറിയാതെ അവർ നടത്തിയ ഒരു രാസായുധ കടത്തലായിരുന്നു ഈ ദുരന്തത്തിന് പിന്നിൽ. ഡാർക്ക് ഹിസ്റ്ററീസിന്റെ 28ാമത്തെ എപ്പിസോഡിൽ നമ്മൾ കാണുന്നത് ആ കഥയാണ്. നോട്ടിക്കൽ നൈറ്റ്മെയർ, ദ കേഴ്സ് ഓഫ് ഒറാങ് മെഡാൻ. മലേഷ്യയ്ക്കും സുമാത്ര ദ്വീപിനും ഇടയിലാണ് മലാക്ക കടലിടുക്ക്. ചൈന, ഇന്ത്യ, ജപ്പാൻ തുടങ്ങി ലോകത്തിലെ പ്രധാനപ്പെട്ട രാജ്യങ്ങളിലെ സമ്പദ് വ്യവസ്ഥകളെ പരസ്പരം ബന്ധിപ്പിക്കുന്നതും ലോകത്തിലെ തന്നെ ഏറ്റവും തിരക്കേറിയതും അതുപോലെ വളരെ പ്രധാനപ്പെട്ട ഒന്നുമാണ് ഈ ഷിപ്പിംഗ് പാത. ഓരോ ദിവസവും 260 കപ്പലുകൾ ഈ കടലിടുക്കിലൂടെ കടന്നു പോകുന്നു എന്ന് കരുതപ്പെടുന്നു. സമുദ്രത്തിലെ തിരക്കേറിയ ഒരു ഹൈവേ എന്ന് ലളിതമായിട്ട് ഇതിനെ പറയാം. എന്നാൽ അതോടൊപ്പം മറ്റു ചില കാര്യങ്ങൾക്കും ഈ കപ്പൽ പാത കുപ്രസിദ്ധമാണ്. നൂറ്റാണ്ടുകളായിട്ട് ഇവിടം കടൽ കൊള്ളക്കാരുടെ കീഴിലായിരുന്നു. അതും കൂടാതെ ഈ കപ്പൽ പാതയിൽ ഫിലിപ്സ് ചാനൽ എന്ന് വിളിക്കുന്ന ഒരു ഏരിയ ഉണ്ട്. അതിന് മറ്റൊരു കുപ്രസിദ്ധി കൂടിയുണ്ട്. ഇവിടെ എത്തുമ്പോൾ ഈ കപ്പൽ പാത വെറും 1.5 മൈൽ വീതിയിൽ ഇടുങ്ങിയാണ് പോകുന്നത്. അതുകൊണ്ട് വലിയ കപ്പലുകൾക്ക് സഞ്ചരിക്കുവാനായിട്ട് കഴിയില്ല. കഴിഞ്ഞ നൂറ്റാണ്ടിൽ ഏകദേശം 3-4 വർഷം കൂടുമ്പോൾ ഇവിടെ വെച്ചൊരു കപ്പൽ അപകടമെങ്കിലും കുറഞ്ഞത് ഉണ്ടായിട്ടുണ്ട്. ഈ പ്രദേശത്ത് തന്നെ സമുദ്രത്തിന്റെ ആഴത്തിൽ 30-ലധികം കപ്പലുകൾ മുങ്ങിയ നിലയിൽ കിടപ്പുണ്ട്. അതുപോലെ ഒരു ദുരന്തത്തിൽപ്പെട്ട കപ്പലായിരുന്നു SS ഔറാങ് മെഡാൻ. എന്നാൽ മറ്റ് കപ്പലുകളെ പോലെ ചരിത്രത്തിൽ ഉറങ്ങുവാനായിരുന്നില്ല ഇതിന്റെ വിധി. അതെ, ഔറാങ് മെഡാൻ പതിറ്റാണ്ടുകൾ നാവികരെ അസ്വസ്ഥരാക്കിയ ഒന്നായിട്ട് മാറി. പിൽക്കാലത്ത് അതിന് ഇതിഹാസ തുല്യമായിട്ടുള്ള ഒരു പരിവേഷം കിട്ടുകയും ചെയ്തു. 1947 ജൂണിലാണ് ഈ കഥയുടെ തുടക്കം. അത് ഇങ്ങനെയാണ്. അന്ന് മലാക്ക കടലിടുക്കിലൂടെ സഞ്ചരിക്കുന്ന ചില കപ്പലുകൾക്ക് അജ്ഞാത ഉറവിടത്തിൽ നിന്നും ഒരു പ്രത്യേക SOS സന്ദേശം കിട്ടുകയാണ്. SOS സന്ദേശത്തിന്റെ ഫുൾ ഫോം സേവ് അവർ സോൾസ് എന്നാണ്. വലിയ രീതിയിലുള്ള അപകടം ഉണ്ടായാലാണ് ഈ സന്ദേശം അയക്കൂ. നാവികർ കൈമാറുന്ന മോഴ്സ് കോഡിൽ അയക്കപ്പെട്ട ഈ സന്ദേശം 2 ഭാഗങ്ങളായിട്ടാണ് അവർക്ക് കിട്ടിയത്. ഏതോ ഒരു കപ്പലിൽ നിന്നുമാണ് ആ സന്ദേശം വന്നത് എന്ന് ഉറപ്പാണ്. പക്ഷേ ആ സന്ദേശത്തിൽ നിന്നും ആ കപ്പൽ ഏതാണെന്നോ അതിപ്പോൾ ഉള്ള സ്ഥാനത്തെക്കുറിച്ചോ യാതൊരു സൂചനയും കിട്ടിയില്ല. എന്നാൽ ആ കപ്പലിന്റെ ഉള്ളിൽ എന്താണ് സംഭവിച്ചത് എന്നും അപ്പോഴുള്ള സാഹചര്യത്തെക്കുറിച്ചും ചില സൂചനകൾ കിട്ടിയിരുന്നു. ഒന്നാമത്തെ സന്ദേശത്തിൽ ഉണ്ടായിരുന്ന ഉള്ളടക്കം അതിതായിരുന്നു: ക്യാപ്റ്റൻ ഉൾപ്പെടെ എല്ലാ ഉദ്യോഗസ്ഥരും മരിച്ചു. ചാർട്ട് റൂമിലും ബ്രിഡ്ജിലും പൈലറ്റ് ഹൗസിലും ജഡങ്ങൾ കുമിഞ്ഞു കിടക്കുന്നു. ഒരുപക്ഷെ മുഴുവൻ ജീവനക്കാരും മരിച്ചിരിക്കുവാനാണ് സാധ്യത. ഇതിനെ തുടർന്ന് കുറച്ച് മിനിറ്റുകൾക്ക് ശേഷം രണ്ടാമത്തെ സന്ദേശമെത്തി. അതിൽ വളരെ ലളിതമായിട്ട് അതോടൊപ്പം നിരാശാജനകമായിട്ട് ഇപ്രകാരം എഴുതിയിരുന്നു: ഞാനും മരിക്കുന്നു. ഇതിനുശേഷം മറ്റൊരു സന്ദേശവും വന്നില്ല. ഇത്രയും ആയതോടെ ഇത് എവിടെ നിന്നുമാണ് വന്നത് എന്നും ആ കപ്പൽ ഏതാണെന്നും കണ്ടുപിടിക്കുവാനായിട്ട് അധികാരികളും നാവികരും കിണഞ്ഞു പരിശ്രമിച്ചു. തിരച്ചിലിന്റെ പ്രാരംഭഘട്ടത്തിൽ അവർക്ക് ഒന്നും തന്നെ കണ്ടുപിടിക്കുവാൻ കഴിഞ്ഞില്ല. അതോടെ ആ റൂട്ടിലൂടെ സഞ്ചരിക്കുന്ന എല്ലാ കപ്പലുകൾക്കും അവർ ഈ മുന്നറിയിപ്പ് നൽകുകയും അസാധാരണമായിട്ടുള്ള എന്തെങ്കിലും കടലിൽ കാണപ്പെടുന്നുണ്ടോ എന്ന് നിരീക്ഷിക്കുവാനായിട്ട് ആവശ്യപ്പെടുകയും ചെയ്തു. ഒടുവിൽ ബ്രിട്ടീഷുകാരുടെയും ഡച്ചുകാരുടെയും സഹായത്തോടെ ലിസണിംഗ് പോസ്റ്റുകൾ ഉപയോഗിച്ചും ട്രയാങ്കുലേറ്റ് ടെക്നോളജി ഉപയോഗിച്ചും, അതായത് ത്രികോണങ്ങൾ ഉപയോഗിച്ച് ലൊക്കേഷനും ദൂരവും കണ്ടെത്തുന്ന ഒരു വിദ്യ, ഇതുവഴി അവർക്ക് ആ സന്ദേശത്തിന്റെ ഉറവിടം കണ്ടെത്തുവാനായിട്ട് കഴിഞ്ഞു. ആ മെസ്സേജ് വന്നത് ഇന്ത്യൻ മഹാസമുദ്രത്തിന്റെ നടുവിൽ നിന്നുമായിരുന്നു. കപ്പലുകൾ പതിവായിട്ട് സഞ്ചരിക്കുന്ന കപ്പൽ പാതകളിൽ നിന്നും കുറച്ച് അകലിൽ നിന്നുമാണ് അത് വന്നതെന്ന് അവർക്ക് മനസ്സിലായി. സിൽവർ സ്റ്റാർ എന്നു പേരുള്ള ഒരു അമേരിക്കൻ കച്ചവട കപ്പൽ ആ സമയത്ത് ആ സിഗ്നൽ വന്ന കപ്പലിനോട് അടുത്തുകൂടിയാണ് സഞ്ചരിച്ചു കൊണ്ടിരുന്നത്. അപകടത്തിൽപ്പെട്ട കപ്പലിന്റെ സ്ഥാനവും ദൂരവും അറിയാൻ വേണ്ടി സിൽവർ സ്റ്റാർ അതിലേക്ക് ഏതാനും കോഓർഡിനേറ്റുകൾ അയച്ചു. ഈ കപ്പലിന്റെ ക്യാപ്റ്റനും SOSന്റെ ഉള്ളടക്കം അറിഞ്ഞിരുന്നു. അതുകൊണ്ട് തന്റെ കപ്പൽ വഴിതിരിച്ചുവിട്ട് അപകടത്തിൽപ്പെട്ട കപ്പൽ കണ്ടെത്തുവാനായിട്ട് സിൽവർ സ്റ്റാറിലെ ക്യാപ്റ്റൻ തീരുമാനിച്ചു. അയാൾ അധികാരികളുടെ മാർഗനിർദ്ദേശം അനുസരിച്ച് കപ്പൽ അവിടേക്ക് തിരിച്ചു. ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ ദൂരെയായിട്ട് ചക്രവാളത്തിലൊരു കപ്പൽ അവർ കണ്ടെത്തി. ആ കപ്പലിന്റെ പേര് SS ഔറാങ് മെഡാൻ എന്നായിരുന്നു. കപ്പലിൽ നിന്നും നീരാവിയോ യന്ത്രങ്ങൾ പ്രവർത്തിക്കുന്ന ശബ്ദമോ ഒന്നും തന്നെ കേൾക്കുന്നില്ല. സിൽവർ സ്റ്റാറിലെ നാവികർ കാണുമ്പോൾ ഔറാങ് മെഡാൻ വിശാലമായിട്ടുള്ള സമുദ്രത്തിലൂടെ ലക്ഷ്യമില്ലാതെ എങ്ങോട്ടോ ഒഴുകിപ്പോകുന്ന നിലയിലായിരുന്നു. സിൽവർ സ്റ്റാർ ഔറാങ് മെഡാനെ മെല്ലെ സമീപിച്ചു. പിന്നെ അതിലുള്ള ജോലിക്കാരുമായിട്ട് ബന്ധപ്പെടുവാനായിട്ട് നിരവധി ശ്രമങ്ങൾ നടത്തി. അതെല്ലാം പരാജയപ്പെട്ടു. ജീവന്റെ യാതൊരു അടയാളവും എവിടെയും കാണുവാനുണ്ടായിരുന്നില്ല. അതോടെ കപ്പലിനും
കപ്പലിൽ ഉണ്ടായിരുന്നവർക്കും എന്തോ വലിയ അപകടം സംഭവിച്ചിട്ടുണ്ട് എന്ന് അവർക്ക് മനസ്സിലായി. രക്ഷാപ്രവർത്തനത്തിന് വന്ന കപ്പൽ ഔറാങ് മെഡാന്റെ വലതുവശത്ത് നിർത്തി. അപ്പോഴും അതിന്റെ ഉള്ളിൽ പരിപൂർണ നിശബ്ദതയായിരുന്നു. ഒട്ടും വൈകാതെ 2 കപ്പലുകളും കൂട്ടി ബന്ധിപ്പിച്ചു. സിൽവർ സ്റ്റാറിലെ ഏതാനും ജോലിക്കാർ ഭയത്തോടെ ആ കപ്പലിലേക്ക് പ്രവേശിച്ച് രക്ഷാപ്രവർത്തനം നടത്തുവാനായിട്ട് തയ്യാറെടുത്തു. കപ്പലിൽ കയറി അവർ കണ്ട കാഴ്ചകൾ അതിതായിരുന്നു. ഡെക്കിൽ അനേകം ഡച്ച് നാവികരുടെ ജഡങ്ങൾ ചിതറിക്കിടക്കുന്നു. ഇതിനോടകം കപ്പലിന് എന്തോ അപകടം പറ്റിയിട്ടുണ്ടെന്ന് അവർ മനസ്സിലാക്കിയിരുന്നു. എങ്കിലും ഇത്രയും പ്രതീക്ഷിച്ചില്ല. മരിച്ചു കിടന്നവർക്കും ചില പ്രത്യേകത ഉണ്ടായിരുന്നു. ഡെക്കിൽ ഉണ്ടായിരുന്നവർ ഭയത്തോടെ കണ്ണും തുറച്ച് മലർന്ന് ആകാശം നോക്കി കിടക്കുന്ന നിലയിലാണ് കാണപ്പെട്ടത്. ആശ്ചര്യവും ഭയവും കൊണ്ട് അവരുടെ വായ പിളർന്ന് മുഖം വക്രിച്ചിരുന്നു. മരവിച്ച നിലയിലുള്ള കൈകാലുകളുടെ പൊസിഷൻ നോക്കിയപ്പോൾ അവരെല്ലാവരും തന്നെ തങ്ങളെ ആക്രമിക്കുന്ന എന്തോ ഒന്നുമായിട്ട് പോരാടുവാനായിട്ട് വിഫലമായിട്ട് ശ്രമിച്ചിരുന്നു എന്ന് മനസ്സിലായി. അതിന്റെ കൂടെ തന്നെ മരവിച്ച് നിലത്തേക്ക് വീണതുപോലെയാണ് കാണപ്പെട്ടത്. കപ്പലിൽ ഉണ്ടായിരുന്ന ഒരു നായയെ പോലും അത് വെറുതെ വിട്ടില്ല. പല്ലുകൾ ഇളിച്ചു പിടിച്ച വിധം ക്രൂരമായിട്ടും മുരളം വിധം ചത്ത നിലയിലാണ് അതിനെ കണ്ടത്. അവർ വേഗം കപ്പലിന്റെ ബാക്കിയുള്ള ഭാഗങ്ങളിൽ തിരച്ചിൽ നടത്തി. ക്യാപ്റ്റന്റെ മൃതദേഹം ബ്രിഡ്ജിൽ നിന്നും കണ്ടെത്തി. ബാക്കിയുള്ള ഉദ്യോഗസ്ഥരെ വീൽ ഹൗസിലും ചാർട്ട് റൂമിലും മരിച്ച നിലയിൽ കണ്ടു. എഞ്ചിനീയറിംഗ് ജീവനക്കാർ അവരുടെ റേഡിയോ സ്റ്റേഷനുകളിൽ കിടക്കുന്നു. SOS അയച്ച റേഡിയോ ഓപ്പറേറ്ററെയും അയാളുടെ ജോലി സ്ഥലത്തു നിന്നും കണ്ടെത്തി. കമ്മ്യൂണിക്കേഷൻ ഉപകരണങ്ങൾക്ക് മുകളിലായിട്ട് കൈകാലുകൾ വിടർത്തി കമിഴ്ന്നു കിടക്കുകയായിരുന്നു അയാൾ. അയാളുടെ ഒരു വിരൽ മോഴ്സ് കോഡ് അയക്കേണ്ട സ്വിച്ചിൽ അമർന്നാണ് കാണപ്പെട്ടത്. സകലരുടെയും മുഖത്ത് ഭയമുണ്ടായിരുന്നു. കൊല്ലപ്പെട്ടവർക്കെല്ലാം മറ്റൊരു സമാനതയും കാണപ്പെട്ടു. അവരുടെ കൈകളും കാലുകളും ഒരേ രീതിയിൽ വളച്ചു പിരിച്ചു വെച്ചിരുന്നു. അവരെല്ലാവരും അസഹ്യമായിട്ടുള്ള വേദന സഹിച്ചാണ് മരിച്ചത് എന്ന് വ്യക്തമാണ്. പക്ഷേ ഇവരുടെ എല്ലാം മരണകാരണം മാത്രം കണ്ടെത്തുവാനായില്ല. കപ്പലിന് യാതൊരു കേടുപാടുകളും ഇല്ലായിരുന്നു. കൈകാലുകൾ വളച്ച് തിരിച്ചു വെച്ചത് ഒഴിവാക്കി നോക്കിയാൽ ജഡങ്ങളിൽ മറ്റു പറയത്തക്ക പരിക്കുകൾ ഒന്നുമില്ല. ഒരു തുള്ളി ചോര പോലും പുറത്തു വന്നിട്ടുമില്ല. എല്ലാവരും നല്ല ആരോഗ്യമുള്ളവരായിട്ട് കാണപ്പെട്ടു. ഓരോ മിനിറ്റ് കഴിയും തോറും അവർക്കത് കൂടുതലായിട്ട് മനസ്സിലായി. അവർ പ്രതീക്ഷിച്ചതിലും വേഗത്തിൽ ശവങ്ങൾ അഴുകുവാനായിട്ട് തുടങ്ങിയിരുന്നു. എന്നാൽ വിചിത്രമായിട്ടുള്ള കാര്യം ഇതായിരുന്നില്ല. 37 ഡിഗ്രിയിൽ കൂടുതൽ താപനിലയുള്ള വേനൽക്കാലമായിരുന്നു അന്ന്. എന്നിട്ടും ആ കപ്പലിന്റെ ഉള്ളിൽ മാത്രം വല്ലാത്ത ഒരു തണുപ്പ് വ്യാപരിച്ചു കിടന്നിരുന്നു. സിൽവർ സ്റ്റാറിലെ ജോലിക്കാർ ഔറാങ് മെഡാന്റെ ചില ഭാഗത്തു നിന്നുകൊണ്ട് അവിടെയുള്ള താപനില അളന്നു നോക്കി. ചില സ്ഥലങ്ങളിൽ വെറും 4 ഡിഗ്രി സെൽഷ്യസ് താഴ്ന്ന താപനിലയാണ് അവർക്ക് കിട്ടിയത്. വളരെ വിചിത്രമായിട്ടുള്ള കാര്യങ്ങളാണ് അവർ ഈ കപ്പലിൽ കണ്ടെത്തിയത്. അതുകൊണ്ട് കൂടുതൽ പരിശോധനയ്ക്ക് വേണ്ടി എങ്ങനെയെങ്കിലും ഔറാങ് മെഡാനെ തുറമുഖത്ത് എത്തിക്കുവാനായിട്ട് സിൽവർ സ്റ്റാറിന്റെ ക്യാപ്റ്റൻ തീരുമാനിച്ചു. അതിനു വേണ്ടിയിട്ട് 2 കപ്പലുകളെയും ഒരേ നിരയിൽ നിർത്തി അണിയും മുതൽ അമരം വരെ പരസ്പരം ബന്ധിപ്പിച്ചു. അപ്പോഴാണ് അതുണ്ടായത്. ഔറാങ് മെഡാന്റെ ഡെക്കുകൾക്ക് താഴെ നിന്നും, പ്രത്യേകിച്ചും 4-ാം നമ്പർ കാർഗോ ഹോൾഡിൽ നിന്നും കനത്ത പുക ഉയരുവാൻ തുടങ്ങി. കൃത്യസമയത്ത് കപ്പൽ വലിച്ചുകൊണ്ട് പോകുവാനായിട്ട് കിട്ടിയ ടോ റോപ്പുകൾ മുറിക്കുവാനായിട്ട് അവർക്ക് കഴിഞ്ഞു. അതിനുശേഷം സിൽവർ സ്റ്റാർ സുരക്ഷിതമായിട്ടുള്ള ദൂരത്തേക്ക് മാറി. നിമിഷങ്ങൾക്കുള്ളിൽ ഔറാങ് മെഡാനിൽ നിന്നും അതിശക്തമായിട്ടുള്ള പൊട്ടിത്തെറികൾ ഉണ്ടായി. കപ്പലിന്റെ ഹള്ള് പൂർണ്ണമായിട്ടും കാണാവുന്ന വിധം ഉയർന്നു പൊങ്ങി. പിന്നെ അത് ഛിന്ന ഭിന്നമായിട്ട് ഇന്ത്യൻ മഹാസമുദ്രത്തിന്റെ ഇരുണ്ട ആഴങ്ങളിൽ വിലയിച്ചു. അതായിരുന്നു അവസാനത്തെ കാഴ്ച. പിന്നീട് ഒരിക്കലും ഔറാങ് മെഡാനെ ആരും കണ്ടിട്ടില്ല. ഭാഗ്യത്തിന് ഈ സ്ഫോടനത്തിൽ സിൽവർ സ്റ്റാറിലെ ക്രൂ മെമ്പേഴ്സിന് യാതൊരു പരിക്കും പറ്റിയില്ല. കപ്പൽ തകരും മുൻപ് എല്ലാവർക്കും സിൽവർ സ്റ്റാറിലേക്ക് കയറുവാനായിട്ട് കഴിഞ്ഞു. മാത്രവുമല്ല, തീരത്തേക്ക് കപ്പൽ കെട്ടിവലിക്കാമെന്ന് ക്യാപ്റ്റൻ പറഞ്ഞപ്പോൾ ഔറാങ് മെഡാനിൽ ഒരു കൂട്ടം ശവങ്ങളുടെ ഒപ്പം ചെലവഴിക്കുവാനായിട്ട് അവരിൽ ആരും തന്നെ തയ്യാറുമായിരുന്നില്ല. അവരുടെ ഭാഗ്യവും കരുതലും കൊണ്ട് മാത്രമാണ് 2 കപ്പലുകളും അടുത്ത് കിടന്ന സമയത്ത് ആ പൊട്ടിത്തെറി ഉണ്ടാകാത്തത്. 1952 മെയ് മാസത്തിൽ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് കോസ്റ്റ് ഗാർഡ് ആണ് ഈ കഥ ആദ്യമായിട്ട് ഔദ്യോഗികമായിട്ട് റിപ്പോർട്ട് ചെയ്തത്. ഇവിടെ ഒരു പോയിന്റ് ഉണ്ട്. അമേരിക്കൻ കോസ്റ്റ് ഗാർഡ് ഔദ്യോഗികമായിട്ട് പുറത്തുവിട്ട ഒരു ഇൻസിഡന്റ് ആണിത്. എന്നാൽ ഈ റിപ്പോർട്ട് പുറത്തു വന്നതോടെ നാനാ ദിക്കിൽ നിന്നും നിരവധി ചോദ്യശരങ്ങൾ അവർക്ക് നേരെ ഉയർന്നു. അപകടമുണ്ടായ കപ്പലിലെ ജീവനക്കാർക്ക് എന്താണ് സംഭവിച്ചത്? ആരാണ് അവരെ ആക്രമിച്ചത്? ആ കപ്പലിൽ ഉണ്ടായിരുന്ന വസ്തുക്കൾ അത് എന്തായിരുന്നു? അങ്ങനെ തുടങ്ങിയ അനേകം ചോദ്യങ്ങൾ. അതോടൊപ്പം ഇത് നിരവധി കോൺസ്പിറസി തിയറികൾക്കും തുടക്കമിട്ടു. തിയറി 1, ഫിലാഡൽഫിയ എക്സ്പെരിമെന്റ്. 1943 ശരത്കാലത്ത് US നേവി ഡിസ്ട്രോയറായ USS എൽറിച്ച് എന്ന കപ്പലിനെ ചില ശാസ്ത്ര പരീക്ഷണങ്ങളിലൂടെ അമേരിക്ക അദൃശ്യമാക്കി എന്നൊരു കഥയുണ്ട്. ഇതാണ് ഫിലാഡൽഫിയ എക്സ്പെരിമെന്റ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. പെൻസിൽവാനിയയിലെ ഫിലാഡൽഫിയയിൽ നിന്നും വെർജീനിയയിലെ നോർഫോക്കിലേക്ക് ആ ഷിപ്പിനെ ടെലിപ്പോർട്ട് ചെയ്യുന്നതിൽ അവർ വിജയിച്ചുവെന്നും, എങ്കിലും ആകെ മൊത്തം നോക്കിയാൽ അതൊരു പരാജയമായിരുന്നു എന്നും പറയുന്നു. പിൽക്കാലത്ത് നേവൽ ഹിസ്റ്ററി ആൻഡ് ഹെറിറ്റേജ് കമാൻഡിന്റെ ആർക്കൈവുകളിൽ ഇതേക്കുറിച്ച് പറയുന്ന രേഖകളുണ്ടോ എന്ന് പലരും ആവർത്തിച്ചു തിരിഞ്ഞു. എങ്കിലും ഇതിനെ സ്ഥിരീകരിക്കുന്ന രേഖകളോ അമേരിക്കൻ നാവികസേനയ്ക്ക് ഇത്തരം ഒരു പരീക്ഷണത്തിന് താല്പര്യമുള്ളതോ ആയിട്ടുള്ള യാതൊന്നും കണ്ടെത്തുവാനായിട്ട് കഴിഞ്ഞിട്ടില്ല. എന്നാൽ നിഗൂഢ സിദ്ധാന്തവാദക്കാർ പറയുന്നത്
ഫിലാഡൽഫിയ ഇൻസിഡന്റ് ഒരു യാഥാർത്ഥ്യമാണെന്നും ഇത്തരമൊരു പരീക്ഷണമായിരിക്കാം ഔറാങ് മെഡാനിലും അന്ന് നടന്നത് എന്നുമാണ്. അമേരിക്കയുടെ ചില സീക്രട്ട് ഓപ്പറേഷന്റെ ഭാഗമായിരുന്നു ഈ കപ്പൽ. എന്നാൽ അവർ നടത്തിയ ആ ഓപ്പറേഷൻ വലിയൊരു ദുരന്തത്തിൽ അവസാനിച്ചു. തിയറി 2, UFO. UFOളജിസ്റ്റുകൾ പറഞ്ഞത് ഔറാങ് മെഡാനെ അന്ന് ആക്രമിച്ചത് എന്താണെങ്കിലും അത് മാനുഷികമായിട്ടുള്ള ഒന്നല്ല, മറിച്ച് അമാനുഷികമായിട്ടുള്ള മറ്റെന്തോ ആണ്. കപ്പലിൽ ഉണ്ടായിരുന്ന എല്ലാവരും വിചിത്രമായിട്ടുള്ള രീതിയിലാണ് മരിച്ചു കിടന്നത്. അവർ എന്തിനെയോ പ്രതിരോധിക്കുവാനായിട്ട് ശ്രമിച്ചിരുന്നു. എല്ലാവരുടെയും കൈകാലുകൾ ഒരുപോലെ വളച്ചൊടിച്ചാണ് കാണപ്പെട്ടത്. കടൽ കൊള്ളക്കാരാണ് അവരെ ആക്രമിച്ചത് എങ്കിൽ ഉറപ്പായിട്ടും ഒരു പോരാട്ടം ഉണ്ടാവുകയും രക്തം വീഴുകയും ചെയ്യും. എന്നാൽ അങ്ങനെയല്ല കാണുന്നത്. എങ്ങനെയാണ് ഈ മരണങ്ങളെ യുക്തിസഹമായിട്ട് വിശദീകരിക്കുവാനായിട്ട് കഴിയുക? ഈ ചോദ്യമാണ് അവർ മുൻപോട്ട് വെച്ചത്. തിയറി 3, സയനൈഡ് തിയറി. ഇങ്ങനെ ഒരു കപ്പൽ നിലവിൽ ഇല്ല എന്നും ഇത് വെറും ഒരു കെട്ടുകഥയാണെന്നും സംശയിക്കുന്നവർ ധാരാളമുണ്ട്. അങ്ങനെയുള്ള അന്വേഷകർ ഇതേക്കുറിച്ച് അന്വേഷിച്ചപ്പോൾ ഒരു വസ്തുത പുറത്തു വന്നു. ഔറാങ് മെഡാൻ എന്നു പേരുള്ള കപ്പലിനെ കുറിച്ച് ഒരു മാരിടൈം റെക്കോർഡുകളിലും കണ്ടെത്തുവാനായിട്ട് കഴിഞ്ഞിട്ടില്ല. അറിയപ്പെടുന്ന ഒരു തുറമുഖത്തും ഇങ്ങനെ ഒരു കപ്പൽ വരികയോ അവിടെ രജിസ്റ്റർ ചെയ്യപ്പെടുകയോ ചെയ്തിട്ടില്ല. അതുകൊണ്ട് ഇത് വെറും ഒരു കെട്ടുകഥയാണ്. എന്നാൽ അവരുടെ ഈ ആരോപണത്തിന് വളരെ യുക്തിസഹമായിട്ടുള്ള വിശദീകരണം പലരും കൊടുത്തിട്ടുമുണ്ട്. അതിൽ പ്രധാനിയാണ് ഓട്ടോ മിൽക്കെ എന്ന ജർമ്മൻ എഴുത്തുകാരൻ. 1952 മെയ് മാസത്തിൽ അമേരിക്ക ഇത് ഔദ്യോഗികമായിട്ട് അംഗീകരിച്ചതിൻ്റെ തൊട്ടു പിന്നാലെ 2 വർഷം കഴിഞ്ഞ് 1954 ഈ കേസിനെക്കുറിച്ചുള്ള തൻ്റെ ഗവേഷണം അദ്ദേഹം പബ്ലിഷ് ചെയ്തത്. അതിനു വേണ്ടിയിട്ട് അയാൾ നിരവധി യാത്രകൾ ചെയ്തു, ധാരാളം ആളുകളുമായിട്ട് ഇൻ്റർവ്യൂ നടത്തി. എന്തിനേറെ, ഈ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന സിൽവർ സ്റ്റാറിലെ ജോലിക്കാരെ വരെ കണ്ടുപിടിച്ച് അവരുമായിട്ട് സംസാരിച്ചു എന്ന് പറയപ്പെടുന്നു. സിൽവർ സ്റ്റാറിലെ ജോലിക്കാർ അദ്ദേഹത്തോട് തങ്ങൾ കണ്ടത് ഒരു യാഥാർത്ഥ്യമാണെന്ന് ഉറപ്പിച്ചു പറഞ്ഞു. മിൽക്കയുടെ പുസ്തകത്തിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ആരും പറയാത്ത നിരവധി കാര്യങ്ങളുണ്ടായിരുന്നു. ഈ പുസ്തകത്തിൽ ഔറാങ് മെഡാൻ ഒരു യാഥാർത്ഥ്യമാണെന്ന് മാത്രമല്ല, ആ കപ്പൽ അവസാനം നങ്കൂരമിട്ട തുറമുഖവും അതിന് പോകേണ്ടിയിരുന്ന ഷിപ്പിംഗ് റൂട്ടിനെ കുറിച്ചും പറയുന്നുണ്ട്. അതിലും പ്രധാനമായിട്ട് പറയുന്നത് കപ്പലിൻ്റെ ഉള്ളിലെ ചരക്കിനെ കുറിച്ചാണ്. ഔറാങ് മെഡാന്റെ ഉള്ളിൽ പൊട്ടാസ്യം സയനൈഡ്, നൈട്രോഗ്ലിസറിൻ തുടങ്ങി മാരകമായിട്ടുള്ള രാസവസ്തുക്കളായിരുന്നു ഉണ്ടായിരുന്നത്, അതും സുരക്ഷിതമായിട്ട് സംരക്ഷിക്കാത്ത നിലയിൽ. ഇത് ശരിയാണെങ്കിൽ പോർട്ടിലെ അധികാരികൾ കൂടി അറിഞ്ഞുകൊണ്ടുള്ള ഒരു രഹസ്യ ഇടപാടായിരിക്കണം ഇത്. കാരണം ഇത്രയധികം അപകടകരമായിട്ടുള്ള വസ്തുക്കൾ സുരക്ഷിതമല്ലാത്ത രീതിയിൽ നിറച്ച ഒരു കപ്പലിനെ ഒരിക്കലും തുറമുഖം വിടുവാനായിട്ട് അധികാരികൾ അനുവദിക്കില്ല. ചിലർ പറയുന്നത് 2ാം ലോകമഹായുദ്ധ കാലത്ത് ജപ്പാൻ ചൈനയെ വലിയ തോതിൽ നെർവ ഏജന്റുകൾ എന്ന പേരിൽ അറിയപ്പെടുന്ന രാസായുധങ്ങൾ സൂക്ഷിച്ചിരുന്നു. വേൾഡ് വാറിന് ശേഷം ജപ്പാൻ ഇത് അമേരിക്കയ്ക്ക് കൈമാറി. അതായിരുന്നു ഈ കപ്പലിൽ ഉണ്ടായിരുന്നത് എന്നും അമേരിക്കയുടെ പങ്ക് ഇതിൽ വരാതിരിക്കുവാനായിട്ട് പോർട്ടിലെ രജിസ്റ്ററിൽ യാതൊന്നും രേഖപ്പെടുത്താതെ ഔറാങ് മെഡാൻ പോവുകയാണ് ചെയ്തത് എന്നുമാണ്. ഈ ഓപ്പറേഷൻ രഹസ്യമായിട്ട് സൂക്ഷിക്കുവാൻ നിരവധി രാജ്യങ്ങൾ അമേരിക്കയെ സഹായിച്ചു അത്രേ. ഓട്ടോ മിൽക്കെ പറയുന്ന വാദം ഇതാണ്: ഔറാങ് മെഡാൻ എന്ന പേര് പോലും ഒരു വ്യാജനാമമാകുവാനാണ് കൂടുതൽ സാധ്യത. ഇത് അമേരിക്കയുടെ മറ്റൊരു കപ്പലായിരിക്കണം. പോർട്ടിൽ നിന്നും പുറപ്പെടുന്ന സമയത്ത് ആ കപ്പലിന്റെ യഥാർത്ഥ പേര് മറ്റൊന്നായിരിക്കും. പിന്നീട് നടുക്കടലിൽ വെച്ച് തിടുക്കത്തിൽ പുനർനാമകരണം ചെയ്യപ്പെട്ടതാവണം. അതുകൊണ്ടാണ് ഒരു രജിസ്റ്ററിലും ഔറാങ് മെഡാൻ എന്ന പേര് മാത്രം കാണപ്പെടാത്തത്. മറ്റ് കപ്പലുകളെ ഒഴിവാക്കുവാനാണ് സാധാരണ കപ്പലുകൾ സഞ്ചരിക്കുന്ന ഷിപ്പിംഗ് റൂട്ടിൽ നിന്നും ആ കപ്പൽ വഴിമാറി സഞ്ചരിച്ചത്. ഇതിന്റെ ഇടയിൽ കടൽ വെള്ളം കാർഗോ ഹോൾഡിലേക്ക് പ്രവേശിച്ചു കാണും. അതോടെ പൊട്ടാസ്യം സയനൈഡുമായിട്ട് പ്രതിപ്രവർത്തിച്ച് വിഷവാതകങ്ങൾ പുറപ്പെടുകയും അത് ശ്വസിച്ച ജീവനക്കാർ ഒന്നടങ്കം മരണപ്പെടുകയും ചെയ്തിരിക്കണം. അവസാനം ഉപ്പുവെള്ളം എങ്ങനെയോ നൈട്രോഗ്ലിസറിനിലെത്തി. അതോടെ തീ ആളിക്കത്തി, കപ്പൽ നിശേഷം തകർന്നു. തിയറി 4, രാസായുധം. ഓട്ടോ മിൽക്കയുടെ ഈ കണ്ടെത്തലിനെ ചോദ്യം ചെയ്യുന്നവരുമുണ്ട്. അവരുടെ മറുവാദം ഇതാണ്: സയനൈഡ് മൂലമാണ് ജീവനക്കാർ കൊല്ലപ്പെട്ടത് എങ്കിൽ രക്ഷാപ്രവർത്തനത്തിന് എത്തിയവരെ അത് ബാധിക്കാത്തത് എന്തുകൊണ്ടാണ്? സയനൈഡാണ് മരണകാരണമെങ്കിൽ സിൽവർ സ്റ്റാറിലെ അംഗങ്ങൾ എത്തുന്ന സമയം ഔറാങ് മെഡാന്റെ ഉൾവശമാകെ വിഷം നിറഞ്ഞിരിക്കണം. സ്വാഭാവികമായിട്ടും അവരും മരിക്കേണ്ടതാണ്. അതിൽ നിന്നും സയനൈഡിന്റെ കെമിക്കൽ റിയാക്ഷൻ അല്ല മരണകാരണമെന്ന് ഉറപ്പിക്കാം, പകരം മറ്റെന്തോ ആണ്. സയനൈഡ് തിയറിക്ക് മറ്റൊരു പ്രശ്നം കൂടിയുണ്ട്. ഇത് വളരെ പെട്ടെന്ന് മനുഷ്യരെ കൊല്ലും. മാത്രവുമല്ല വേദനാജനകവുമായിട്ടുള്ള മരണവുമായിരിക്കും. അതുകൊണ്ട് തന്നെ കൊല്ലപ്പെട്ടവരുടെ മുഖത്തെ ഭാവങ്ങൾ വേദന നിറഞ്ഞതും അതുപോലെ അവർ മരിച്ചു കിടക്കുന്ന പൊസിഷൻ വ്യത്യസ്തവുമായിരിക്കും. സയനൈഡ് ഒരു എൻസൈം ഇൻഹിബിറ്റർ ആണ്. ഇതിന്റെ പ്രവർത്തനം മൂലം ശരീരത്തിന്റെ ഉള്ളിലെ രക്തകോശങ്ങൾക്ക് ഓക്സിജൻ വലിച്ചെടുക്കുവാനായിട്ട് കഴിയില്ല. അതുകൊണ്ടാണ് സയനൈഡ് വിഷബാധയേറ്റുള്ള മരണം കണ്ടാൽ ഒറ്റ നോട്ടത്തിൽ മുങ്ങി മരണം പോലെ തോന്നുന്നത്. ഹിസ്റ്റോടോക്സിക് ഹൈപ്പോക്സിയ എന്നാണ് ഈ അവസ്ഥയെ വിളിക്കുന്നത്. ഇതുമൂലം പേശികളുടെയും മറ്റ് അവയവങ്ങളുടെയും പ്രവർത്തനം നിലയ്ക്കുവാനായിട്ട് തുടങ്ങും. അതോടെ ഇര വല്ലാതെ കഷ്ടപ്പെടുകയും വലിയ പരിഭ്രമം കാണിക്കുകയും ചെയ്യും. എന്നാൽ മരണശേഷം കാര്യങ്ങൾക്ക് വലിയ മാറ്റം വരും. അവരുടെ ശരീരം ശാന്തമായ ഒരു മരണത്തെ സൂചിപ്പിക്കുന്ന അവസ്ഥയിലേക്ക് മാറും. പക്ഷേ ഇവിടെ അതല്ല ഉണ്ടായത്. ഔറാങ് മെഡാനി കണ്ടെത്തിയ ജഡങ്ങളിൽ കാണപ്പെട്ട ഭാവങ്ങൾ ഇതൊന്നും ആയിരുന്നില്ല. കഠിനമായിട്ടുള്ള വേദനയും ഭയവും കൊണ്ട്
അവരുടെ എല്ലാം പേശികൾ ചുരുങ്ങിയതുപോലെയാണ് കാണപ്പെട്ടത്. ഇവിടെയാണ് നെർവ് ഏജന്റ് എന്ന തിയറി കടന്നു വരുന്നത്. നെർവ് ഏജന്റുകൾ എന്ന പേരിൽ അറിയപ്പെടുന്ന ചില രാസ ആയുധങ്ങളുണ്ട്. നമ്മുടെ ശരീരത്തിലെ അവയവങ്ങളിലേക്ക് ഞരമ്പുകൾ വഴിയാണ് സന്ദേശങ്ങൾ കൈമാറുന്നത്. ഇതിനെ തടസ്സപ്പെടുത്തുക എന്നതാണ് ഇതിന്റെ ജോലി. അതുവഴി വേദനാജനകമായിട്ടുള്ള മരണമുണ്ടാകും. സരിൻ, സൊമൻ, ടാബുൻ അങ്ങനെ തുടങ്ങി നിരവധി നെർവ് ഏജന്റുകളുണ്ട്. ഇതിനെയെല്ലാം പൊതുവായിട്ട് നെർവ് ഗ്യാസ് എന്നാണ് വിളിക്കുന്നത്. ഔറാങ് മെഡാനിൽ കാണപ്പെട്ട ജഡങ്ങളുടെ പ്രത്യേകത വെച്ച് നോക്കുമ്പോൾ അവരുടെ മരണത്തിന് കാരണം ഇത്തരത്തിലുള്ള ഏതെങ്കിലും നെർവ് ഏജന്റുകളായിരിക്കണം. അതുകൊണ്ട് ചില ഗവേഷകർ പറയുന്നത് അന്ന് ആ കപ്പലിൽ ഉണ്ടായിരുന്നത് പൊട്ടാസ്യം സയനൈഡ് ആയിരുന്നില്ല, മറിച്ച് ടാബൂൻ എന്ന നെർവ് ഏജന്റ് ആയിരുന്നു. രണ്ടാം ലോകമഹായുദ്ധ കാലത്ത് ജർമ്മനി വൻതോതിൽ ഉൽപ്പാദിപ്പിച്ച് അവരുടെ സഖ്യകക്ഷികളായ ജാപ്പനീസ് അടക്കം മറ്റ് രാജ്യങ്ങൾക്ക് കൈമാറിയ വലിയൊരു വിഷമാണ് ടാബൂൻ. ജർമ്മനിയുടെ പരാജയത്തെ തുടർന്ന് പിന്നീട് വന്ന യുദ്ധാനന്തര വർഷങ്ങളിൽ പാശ്ചാത്യ സഖ്യകക്ഷികൾ ജർമ്മൻ സയന്റിസ്റ്റുകളെ കൂറുമാറുവാനായിട്ട് പ്രേരിപ്പിച്ചിരുന്നു. അതും കൂടാതെ ജർമ്മനിയുടെ സകല ടെക്നോളജി സ്വന്തമാക്കുന്ന മത്സരത്തിലായിരുന്നു അവർ. അതിലൊന്നായിരുന്നു മേൽപ്പറഞ്ഞ ടാബൂൻ. ഈ സമയത്ത് US രാസായുധ ഗവേഷണത്തിൽ വളരെയധികം ഏർപ്പെട്ടിരുന്നു. അതിനു വേണ്ടിയിട്ട് അമേരിക്കയ്ക്ക് വലിയ അളവിൽ ജപ്പാനിൽ നിന്നും ഇത്തരം നിരവധി രാസവസ്തുക്കൾ വേണമായിരുന്നു. അതിൽ ഒന്നായിരുന്നു ഈ പറയുന്ന ടാബൂൻ. അവർ ഇത് കടത്തുവാനായിട്ട് പുതിയൊരു കപ്പൽ നിർമ്മിച്ചു. എന്നിട്ട് എല്ലാവിധ റെക്കോർഡുകളിൽ നിന്നും അത് മറച്ചുവെച്ചു. കൂടാതെ ഈ ഓപ്പറേഷനിൽ അവർ നിയമിച്ചത് വിദേശ ജീവനക്കാരെയാണ്. അതുവഴി അമേരിക്ക ഇതിൽ നിന്നും തന്ത്രപൂർവ്വം ഒഴിവായി. വിഷവാതകമായിട്ടുള്ള ടാബൂനിന് മറ്റൊരു പ്രത്യേകതയുമുണ്ട്. ഇതിന് സ്ഥിരത വളരെ കുറവാണ്. അതുകൊണ്ട് രക്ഷാപ്രവർത്തകർ എത്തിയപ്പോഴേക്കും അത് പൂർണ്ണമായിട്ടും വായുവിൽ അലിഞ്ഞില്ലാതായിരിക്കും. അതുകൊണ്ടാണ് അവർക്ക് അപകടമൊന്നും സംഭവിക്കാത്തത്. മസിലുകൾക്ക് വിശ്രമിക്കുവാൻ സിഗ്നൽ നൽകുന്ന ന്യൂറോ ട്രാൻസ്മിറ്ററിനെ ഈ വിഷവാതകം തടയും. അതുകൊണ്ടാകണം ശരീരങ്ങൾ വിചിത്രമായിട്ട് കാണപ്പെട്ടത്. ഇതുപോലെ അനേകം തിയറികൾ നിലവിലുണ്ട്. അതിൽ ചിലത് മാത്രമാണ് നമ്മൾ കണ്ടത്. ഔറാങ് മെഡാന്റെ യാഥാർത്ഥ്യം എന്താണെന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരം ഇതാണ്: ഇതൊരു മിസ്റ്ററിയാണ്. ഇന്നും അത് അങ്ങനെ തന്നെ തുടരുന്നു. ഈ കഥ തെറ്റാണെന്ന് തെളിയിക്കുവാനോ അതുപോലെ ശരിയാണെന്ന് ഉറപ്പിച്ച് പറയുവാനോ ആർക്കും കഴിയില്ല. നമുക്കിതിനെ അർത്ഥസത്യ ചരിത്ര കഥ എന്ന കാറ്റഗറിയിൽ ഉൾപ്പെടുത്താം, അത്രമാത്രം. ഇത് നുണയാണെന്ന് പറയുന്നവർ അതിനുവേണ്ട നിരവധി തെളിവുകൾ മുൻപോട്ട് വയ്ക്കുന്നുണ്ട്. ഒരു ലോഗ് ബുക്കിലും ഇങ്ങനെ ഒരു കപ്പലിനെ കുറിച്ച് പറഞ്ഞിട്ടില്ല. ഏതെങ്കിലും ഒരാൾ വെറുതെ എഴുതി കൂട്ടിയ ഒരു കഥ ആയിരിക്കും എന്നതുൾപ്പെടെ അവർക്ക് വാദിക്കുവാനായിട്ട് നിരവധി കാരണങ്ങളുണ്ട്. സംഭവം നടന്ന വർഷങ്ങൾ തമ്മിലും പൊരുത്തക്കേട് കാണാം. ചില കഥകളിൽ 1940 ഔറാങ് മെഡാൻ കണ്ടെത്തിയതെന്ന് കാണുന്നു. അതിനുവേണ്ട ഒരു തെളിവുമുണ്ട്. 1940 നവംബർ 21 ഇറങ്ങിയ യോർക്ക്ഷയർ ഈവനിംഗ് പോസ്റ്റ് എന്ന പത്രത്തിൽ ഈ കപ്പലിനെ കുറിച്ച് പറയുന്നുണ്ട്. മറ്റു ചില റെക്കോർഡുകളിൽ 1947 അല്ലെങ്കിൽ 48 ആണെന്നും പറയുന്നു. അതുപോലെ രക്ഷാപ്രവർത്തനത്തിന് പോയെന്ന് പറയുന്ന സിൽവർ സ്റ്റാർ എന്ന കപ്പൽ യഥാർത്ഥത്തിൽ ഉള്ളതാണ്. പക്ഷെ ആ കപ്പലിന്റെ ലോഗ് ബുക്കിലും ഇങ്ങനെ ഒരു സംഭവം രേഖപ്പെടുത്തിയിട്ടില്ല. പക്ഷെ അവർക്ക് മുന്നിലും ഒരു കീറാമുട്ടിയുണ്ട്. കാരണം US കോസ്റ്റ് ഗാർഡാണ് ഔദ്യോഗികമായിട്ട് ഇങ്ങനൊരു കപ്പലിനെ കുറിച്ച് ആദ്യമായിട്ട് പറഞ്ഞത്. അതിനുശേഷമാണ് മറ്റുള്ളവർ ഇതിൻ്റെ പിന്നാലെ പോയതും. മാത്രവുമല്ല, ചില ഗവേഷകർ അവരുടെ ജീവിതത്തിൻ്റെ 50 വർഷത്തിലേറെ ഈ കേസ് പഠിക്കുവാൻ തന്നെ നീക്കിവെച്ചിട്ടുണ്ട്. അതിൽ നിന്നും നമുക്ക് ഒരു കാര്യം അനുമാനിക്കാം: എവിടെയോ എന്തോ യാഥാർത്ഥ്യം ഇതിൻ്റെ ഇടയിൽ മറഞ്ഞു കിടപ്പുണ്ടാവും. പല രാജ്യങ്ങളും നിരവധി സീക്രട്ട് ഓപ്പറേഷനുകൾ നടത്തിയിട്ടുണ്ട്. അമേരിക്ക അതിൽ മുൻപന്തിയിലുമാണ്. ഈ കഥയ്ക്ക് 75 വർഷം പഴക്കമുണ്ട്. അന്ന് തന്നെ പല രാജ്യങ്ങൾ ചേർന്ന് ഇത് മറയ്ക്കുവാനായിട്ട് ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് കൃത്യമായിട്ടുള്ള എവിഡൻസുകൾ കണ്ടെത്തുവാനായിട്ട് വലിയ പ്രയാസവുമാണ്. ഈ കഥ ഒരു യാഥാർത്ഥ്യമാണെങ്കിൽ ഔറാങ് മെഡാൻ വേറെ എവിടെയും പോയിട്ടില്ല, സമുദ്രത്തിലുണ്ട്. വരും കാലത്ത് ആരെങ്കിലും യാദൃശികമായിട്ട് അതിൻ്റെ അന്ത്യവിശ്രമ സ്ഥലം കണ്ടെത്തിയേക്കാം. അല്ലെങ്കിൽ ഒരിക്കലും കണ്ടെത്തുവാനാകാതെ പോകുമായിരിക്കും. UFO, പാരാനോർമൽ ആക്ടിവിറ്റി, കടൽ കൊള്ളക്കാർ അങ്ങനെ തുടങ്ങി എല്ലാ സാധ്യതകളെയും നമുക്ക് തള്ളിക്കളയാം. പകരം അമേരിക്ക മറ്റുള്ളവരിൽ നിന്നും മറച്ചു വയ്ക്കുവാനായിട്ട് ആഗ്രഹിച്ച ഒരു പദ്ധതി, അങ്ങനെ മാത്രം ഇതിനെ കാണുക. എന്നാൽ അത് എന്താണെന്നും അതിനു പിന്നിലെ ഉദ്ദേശവും ആർക്കും അറിയില്ല. ഇന്നും പരിഹരിക്കുവാൻ കഴിയാത്ത ആധുനിക കാല സമസ്യകളിൽ ഒന്നായിട്ട് SS ഔറാങ് മെഡാൻ അവശേഷിക്കുന്നു.